അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. പാർട്സ് യൂസ്ഡ് ഇൻ അലൂമിനിയം ഫാബ്രിക്കേഷൻ. അപ്പം ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അലൂമിനിയം ഷീറ്റ് ആൻഡ് പ്ലേറ്റ്സ് ആണ്. ഇത് യൂസ്ഡ് ഫോർ ഓൾ ജനറൽ ഷീറ്റ് മെറ്റൽ വർക്ക് സച്ച് ആസ് ഫ്ലാഷിംഗ്, ഡക്റ്റ്, ലൈനിങ് വാൾസ്, ഇതിനെല്ലാം നമ്മൾ അലൂമിനിയം ഷീറ്റ് ആൻഡ് പ്ലേറ്റ്സ് ഉപയോഗിക്കും. ഇതുപോലെ ഷീറ്റ് ആയിട്ട് അലൂമിനിയം വരും, അതിനെയാണ് നമ്മൾ അലൂമിനിയം ഷീറ്റ് ആൻഡ് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ സ്പിന്നിങ് ആൻഡ് ഡീപ്പ് ഡ്രോയിങ് ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കും. സ്പിന്നിങ്ങിലും ഡീപ്പായിട്ട് ഡ്രോയിങ് ചെയ്യുന്ന ഓപ്പറേഷൻസിനൊക്കെ ഇത് ഉപയോഗിക്കും. പാത്രങ്ങൾ, ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അലൂമിനിയം ഷീറ്റ്സ് ആൻഡ് പ്ലേറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അലൂമിനിയം ഷീറ്റ് ആൻഡ് പ്ലേറ്റ്സിന്റെ ഒരു തിക്നെസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.15 mm മുതൽ 150 mm വരെ തിക്നെസ് ഉള്ള അലൂമിനിയം ഷീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 20 mm മുതൽ 2000 mm വിട്ടുള്ള അലൂമിനിയം ഷീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1000 മുതൽ 6000 mm ലെങ്ത് ഉള്ള അലൂമിനിയം ഷീറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഗുഡ് പ്ലാസ്റ്റിസിറ്റി ആണ്, ഗുഡ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. ഇതാണ് അലൂമിനിയം ഷീറ്റ്സ് ആൻഡ് പ്ലേറ്റ്സ്. ഇനി അടുത്ത അലൂമിനിയം സ്ട്രിപ്സ്. നമ്മൾ അലൂമിനിയം സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഉള്ള അലൂമിനിയത്തിന്റെ പാർട്സിനെയാണ് നമ്മൾ അലൂമിനിയം സ്ട്രിപ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് വിഡ്ത്ത് കുറവായിരിക്കും. ഇത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് എൻജിൻ ഷീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ അലൂമിനിയം സ്ട്രിപ്സ് നമ്മൾ ഒരുപാട് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. എൻജിൻ ഷീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ റസ്റ്റ് പ്രൂഫ് ആണ്, ഡയമെൻഷനലി സ്റ്റേബിൾ ആണ്, അതായത് ടെമ്പറേച്ചർ മാറുമ്പോൾ ഒന്നും അത് ഒരുപാട് ഡയമെൻഷണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഫൈൻ ഫിനിഷ് ആയിരിക്കും. ഇതൊക്കെയാണ് അലൂമിനിയം സ്ട്രിപ്സ്. ഇത് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അലൂമിനിയം ട്യൂബ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഹോളോ ക്രോസ് സെക്ഷൻ ഉള്ള ട്യൂബ്സിനെയാണ് നമ്മൾ അലൂമിനിയം ട്യൂബ്സ് എന്ന് വിളിക്കുന്നത്. സ്ക്വയർ ഹോളോ ക്രോസ് സെക്ഷൻ ഉള്ള ട്യൂബ്സിനെയാണ് നമ്മൾ അലൂമിനിയം ട്യൂബ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഗുണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു അബ്രേഷൻ റെസിസ്റ്റൻസ്, വിയർ ആൻഡ് ടിയർ ഒക്കെ കുറവായിരിക്കും. അബ്രേഷനെ റെസിസ്റ്റ് ചെയ്യും. എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചറിനെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഹൈലി ഡ്യൂറബിൾ ആണ്, ഒരുപാട് കാലം ഇത് നിലനിൽക്കും, ഒരുപാട് ലൈഫ് ഉണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. പിന്നെ അലൂമിനിയം അടുത്താണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന അലൂമിനിയം ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു 90 ഡിഗ്രി ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്ന ഇതാണ് ഒരു അലൂമിനിയം ആംഗിൾസ്. ഒരു ആംഗിൾ ഷേപ്പിലായിരിക്കും, 90 ഡിഗ്രി ഉള്ള ആംഗിൾ ഷേപ്പിലായിരിക്കും അത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അലൂമിനിയം ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ പല ഇൻഡസ്ട്രീസും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ, ഫുഡ്, അഗ്രികൾച്ചർ, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് അലൂമിനിയം ആംഗിൾസ്. പല പാർട്സ് ജോയിൻ ചെയ്യാനൊക്കെ നമുക്ക് ആംഗിൾസിന്റെ ഒരുപാട് ആവശ്യം വരും. അത് നമ്മൾ പഠിക്കും. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡ്യൂറബിൾ ഫിനിഷ് നല്ല അടിപൊളി ഫിനിഷ് ആയിരിക്കും. വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അബ്രേഷൻ റെസിസ്റ്റൻസും ആയിരിക്കും. ഓക്കെ, ഇതാണ് അലൂമിനിയം ആംഗിൾ. ഇനി ഒരെണ്ണം കൊണ്ടുണ്ട് അലൂമിനിയം ചാനൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു ചാനൽ ഷേപ്പിലുള്ള അലൂമിനിയത്തിനെയാണ് നമ്മൾ അലൂമിനിയം ചാനൽ എന്ന് പറയുന്നത്. ഇത് ഹൈ ഗ്രേഡ് ഓഫ് അലൂമിനിയം വെച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഡയമെൻഷനലി ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ അറിയാലോ, അലൂമിനിയം ടോട്ടലി ഒരു കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ അലൂമിനിയം ചാനൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ 2 ഫ്ലാഞ്ചസ് ഉണ്ട്. ഒരു വെബ്, ഇത് വെബ്. ഒരു വെബിനകത്ത് 2 90 ഡിഗ്രി ആയിട്ടുള്ള 2 ഫ്ലാഞ്ചസ് ഉണ്ട്. ഇതൊരു ഫ്ലാഞ്ച്. ഒരു വെബിനകത്ത് 2 90 ഡിഗ്രിയിലെ 2 ഫ്ലാഞ്ചസ് ടോപ്പ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ചസ് ജോയിൻ ചെയ്താണ് അലൂമിനിയം ചാനൽസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു വെബിനകത്ത് 90 ഡിഗ്രിയിൽ 2 ഫ്ലാഞ്ചസ്, ഇതൊരു ഫ്ലാഞ്ച്, ഈ താഴത്തെ ഇത് വെബ്. അങ്ങനെ വെബിനകത്ത് 2 ഫ്ലാഞ്ചസ് ജോയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ അലൂമിനിയം ചാനൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ ഫ്ലാഞ്ചസ് 90 ഡിഗ്രി ആയിരിക്കും അത് നമ്മൾ പ്ലേസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു റേഡിയസ് കൊടുക്കും, കോർണർ റേഡിയസ് കൊടുക്കും. അതായത് ഈ ഒരു ഭാഗത്ത് ഫ്ലാഞ്ചസ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കോർണർ റേഡിയസ് കൊടുക്കും.
എന്തിനാണ് ഇങ്ങനെ ചെറിയൊരു കോർണർ റേഡിയസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോർണർ റേഡിയസ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് അലൂമിനിയം ഫാബ്രിക്കേഷന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഓക്കെ, ഇതിന്റെ ഒരു വേറെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹൈ ഹീറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് അലൂമിനിയം മേക്ക് ഇറ്റ് ഗുഡ് മെറ്റീരിയൽ ഫോർ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ മെഷീനറി എൻക്ലോസേഴ്സ്. ഇതിന് നല്ല സ്ട്രെങ്തും ആണ്, അതുപോലെ തന്നെ ഹൈ ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിക്കലും ഇലക്ട്രിക്കൽ മെഷീനറിയിലും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. ഡ്യൂ ടു ഇറ്റ്സ് കൊറോഷൻ റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൗസിംഗ് എക്സ്പോസ്ഡ് ടു വെദർ ആൻഡ് ചാനൽസ് ഇൻ വിൻഡോസ് ആൻഡ് ഡോർ ഫ്രെയിംസ് ഫോർ ബിൽഡിംഗ് ആൻഡ് വെഹിക്കിൾസ്. വേറൊരു ഗുണം എന്ന് പറയുമ്പോൾ ഇത് ഹൈലി കൊറോഷൻ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇത് നമ്മൾ പുറത്ത് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ ജനലിലും അതുപോലെ തന്നെ ഡോർ ഫ്രെയിംസിലും വെഹിക്കിൾസിലും ബിൽഡിങ്സിലും എല്ലാം നമ്മൾ ഈ ചാനൽസ് ഉപയോഗിക്കാറുണ്ട്. കൊറോഷൻ റെസിസ്റ്റൻസ് ആണല്ലോ, അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രൂഡഡ് അലൂമിനിയം ചാനൽ ഉണ്ട്. എക്സ്ട്രൂഡഡ് അലൂമിനിയം ചാനൽസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രൂഷൻ വഴി നിർമ്മിക്കുന്ന അലൂമിനിയം ചാനൽസിനെയാണ് നമ്മൾ എക്സ്ട്രൂഡഡ് അലൂമിനിയം ചാനൽസ് എന്ന് പറയുന്നത്. അത് എക്സ്ട്രൂഡഡ് ഡൈ ഷേപ്പിലേക്ക് നമ്മൾ അലൂമിനിയത്തിനെ പുഷ് ചെയ്ത് വിടുമ്പോൾ നമുക്ക് എക്സ്ട്രൂഡഡ് അലൂമിനിയം ചാനൽസ് കിട്ടും. അത് എക്സ്ട്രൂഷൻ പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എക്സ്ട്രൂഷൻ പ്രോസസ്സ് നമുക്കറിയാം, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എക്സ്ട്രൂഷൻ പ്രോസസ്സ് വഴി നിർമ്മിക്കുന്ന അലൂമിനിയം ചാനൽസ് ആണ് എക്സ്ട്രൂഡഡ് അലൂമിനിയം ചാനൽസ്. അത് എവിടൊക്കെ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ റെയിൽ റോഡിൽ നമ്മൾ ഉപയോഗിക്കും. കമ്പോണൻസ് ഇൻസൈഡ് ദ ട്രെയിനകത്തുള്ള കമ്പോണൻസിലൊക്കെ നമ്മൾ എക്സ്ട്രൂഡഡ് അലൂമിനിയം ചാനൽസ് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ in addition to the construction of the outer bodies of heavy vehicle trucks, since the both require strength and less weight to maximize the fuel efficiency. അതായത് നമ്മുടെ ഹെവി വെഹിക്കിൾസിലൊക്കെ നമ്മൾ ഇത് കൂടുതൽ ഉപയോഗിക്കും. ഇത് ഹെവി വെഹിക്കിൾസിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇതിന് നല്ല സ്ട്രെങ്തും ആയിരിക്കും, വെയിറ്റ് കുറവുമായിരിക്കും. നല്ല സ്ട്രെങ്തുമാണ്, വെയിറ്റ് കുറവാണ്. നല്ല സ്ട്രെങ്തും വെയിറ്റ് കുറവാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫ്യൂവൽ എഫിഷ്യന്റ് ആയിരിക്കും, ലോഡ് കുറയും, വണ്ടിയുടെ ലോഡ് കുറയും, നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് പല ഷേപ്പിലുണ്ട്. യു ഷേപ്പ്ഡ് ചാനൽസ് വരും, ജെ ഷേപ്പ്ഡ് വരും, സി ഷേപ്പ്ഡ് വരും, ഇസഡ് ഷേപ്പ്ഡ് വരും. ഇതൊരു ഇസഡ് ഷേപ്പ്ഡ് അലൂമിനിയം ചാനലാണ്. അതിനെ നമ്മൾ ഹാറ്റ് ചാനൽസ് എന്ന് വിളിക്കും. ഇസഡ് ഷേപ്പ് ചാനൽസിനെയൊക്കെ നമ്മൾ ഹാറ്റ് ചാനൽസിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പൊ എക്സ്ട്രൂഷൻ വഴിയാണ് ഉണ്ടാക്കുന്ന അലൂമിനിയം ചാനൽസിനെ എക്സ്ട്രൂഡഡ് അലൂമിനിയം ചാനൽസ് എന്ന് വിളിക്കും. അപ്പം ഇതിന്റെ ഒരു ബെനിഫിറ്റ് അലൂമിനിയം ചാനൽസിന്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നല്ല സ്ട്രെങ്തും ആണ്, ലെസ് വെയിറ്റും ആണ്. സോ വെഹിക്കിൾസിനൊക്കെ നമ്മൾ ഇത് ഒരുപാട് ഉപയോഗിക്കും. കാരണം വെയിറ്റ് കുറയുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും. അങ്ങനെ. ഓക്കെ, ഇത്രയാണ് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന നമ്മുടെ മെറ്റീരിയൽസ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇത്രയാണ്. അലൂമിനിയം ഷീറ്റ് ആൻഡ് പ്ലേറ്റ്സ്, അലൂമിനിയം സ്ട്രിപ്പ് ഉപയോഗിക്കും, അതുപോലെ തന്നെ അലൂമിനിയം ട്യൂബ് ഉപയോഗിക്കും, അലൂമിനിയം ആംഗിൾസ് ഉപയോഗിക്കും, അലൂമിനിയം ചാനൽസ് ഉപയോഗിക്കും. ഇത്രയാണ് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസ്. ഇനി അലൂമിനിയം പാർട്ടീഷൻ സെക്ഷൻസ്, അതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. Nowadays, aluminum partitions are commonly used in making office, cabins, showrooms, factories, etc. It decreases the use of wood in above application. ഇന്ന് നമ്മൾ കോമൺലി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ. അലൂമിനിയം പാർട്ടീഷൻസ് നമ്മൾ ഓഫീസ് ഉണ്ടാക്കാനും ക്യാബിൻസ് നിർമ്മിക്കാനും ഷോറൂംസ് ഫാക്ടറീസ് ഒക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യാറുണ്ട്. ഇതിന്റെ ഗുണം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം വുഡിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും, തടിയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ തടിയുടെ ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് എക്കണോമിക്കലുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാഷ് ലാഭവുമാണ്, അതുപോലെ തന്നെ പ്രകൃതിക്ക് അത് നല്ലതുമാണ്. നമ്മൾ മരം മുറിക്കുന്നത് കുറയും. അങ്ങനെയാണ് അലൂമിനിയം പാർട്ടീഷൻ സെക്ഷൻസ്. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ വഴി. അപ്പൊ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ് നമ്മളിപ്പം പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പല ടൈപ്പ് ഓഫ് സെക്ഷൻസ് ഉണ്ട്. അതാണ് അലൂമിനിയം പാർട്ടീഷൻ ഉപയോഗിക്കുന്ന പല ടൈപ്പ് സെക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന പല ടൈപ്പ് സെക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിംഗിൾ പാർട്ടീഷൻ ഉണ്ട്, ഡബിൾ പാർട്ടീഷൻ ഉണ്ട്. അപ്പൊ ഇത് ഒരു അലൂമിനിയം പാർട്ടീഷൻ ഉപയോഗിക്കുന്ന ഒരു ട്യൂബിന്റെ സെക്ഷനാണ്. സെക്ഷൻ എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കേട്ടോ. ക്രോസ് സെക്ഷണൽ, അതായത് ചെറിയൊരു ട്യൂബ്. ആ ട്യൂബിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, ട്യൂബ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു,
അത് ട്യൂബിനകത്ത് ഗ്രൂസ് ഇല്ല. ആ ട്യൂബിനകത്ത് ആ ട്യൂബ് അലൂമിനിയം ട്യൂബ്സ് ഞാൻ നിങ്ങൾക്ക് ഫിഗറിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അലൂമിനിയം ട്യൂബ്സ്. ഇതാണ് അലൂമിനിയം ട്യൂബ്സ്. ഈ ട്യൂബ്സ് കട്ട് ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്യുമ്പോൾ കാണുന്ന സെക്ഷൻസ് ആണിത്. മനസ്സിലായി? ക്രോസ് സെക്ഷൻസ് ആണ്. അപ്പൊ അതാണ് അതിന്റെ ടൈപ്സ് ആണ്. എന്തൊക്കെ ടൈപ്പ് പാർട്ടീഷൻ സെക്ഷൻസ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് അലൂമിനിയം പാർട്ടീഷൻ ഉപയോഗിക്കുന്ന സെക്ഷൻസിന്റെ ടൈപ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ്. ഓക്കെ. ഇനി സിംഗിൾ പാർട്ടീഷൻ ഉപയോഗിക്കും, ഡബിൾ പാർട്ടീഷൻ ഉപയോഗിക്കും. സിംഗിൾ പാർട്ടീഷൻ ഈസ് യൂസ്ഡ് വെൻ പ്രീ ലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡ് ആർ ടു ബി ഫിറ്റഡ് ഓൺ വൺ സൈഡ് ഓൺലി. അതാണ് സിംഗിൾ പാർട്ടീഷൻ. ഇപ്പൊ സിംഗിൾ പാർട്ടീഷൻ ഇതാണ്. ഇത് സിംഗിൾ പാർട്ടീഷൻ സെക്ഷൻ. അതായത് അലൂമിനിയം പാർട്ടീഷൻ ഉപയോഗിക്കുന്ന അലൂമിനിയത്തിന്റെ അലൂമിനിയം ട്യൂബ് ആയിരിക്കും. ആ ട്യൂബ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കാണുന്ന സെക്ഷൻ ആണ്. അപ്പം സിംഗിൾ പാർട്ടീഷൻ ഉപയോഗിക്കുന്ന സെക്ഷനില് ഒരു സൈഡിലെ ഗ്രൂവ് കാണത്തുള്ളൂ. കാരണം ഇവിടെ രണ്ട് ഗ്രൂവ് ഉണ്ട്, ഇ ഡി ഇ. ഇത് ഗ്രൂവ്സ് ആണ്. ഈ ഗ്രൂവ്സ് ഒരു സൈഡിലെ ഗ്രൂവ്സ് ഉള്ളെങ്കിൽ അതിൽ അവിടെ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് പാർട്ടീഷൻ ബോർഡ്സ് അല്ലെങ്കിൽ ഗ്ലാസസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അലൂമിനിയം ഡോറിനകത്തും അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ ഫുള്ളി അലൂമിനിയം അല്ല, അതിന്റെ ഇടയ്ക്കുള്ള സ്പേസിൽ ഗ്ലാസസ് ആയിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡ്സ് ആയിരിക്കും വെക്കുന്നത്. അതാണ് അങ്ങനെ നമുക്ക് ഫുള്ളി അലൂമിനിയം കൊണ്ട് അലൂമിനിയം ഷീറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചെലവ് വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഗ്ലാസസ് ആയിരിക്കും വെക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഫുള്ളി അലൂമിനിയം അല്ല, ഈ അലൂമിനിയം ട്യൂബ്സിന്റെ ഇടയിൽ നമ്മൾ ഷീറ്റ്സ് അലൂമിനിയം പാർട്ടിക്കിൾ ഒന്നെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കിൾ ബോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലാസസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗ്ലാസസ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടീഷൻ ചെയ്യാനുള്ള മെറ്റീരിയൽ ഫിക്സ് ചെയ്യാൻ ഒരു സൈഡിലെ ഗ്രൂവ് ഉള്ളെങ്കിൽ അതാണ് സിംഗിൾ പാർട്ടീഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാർട്ടീഷന് വേണ്ടി മെറ്റീരിയൽ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഗ്രൂവ്സ് ഉണ്ട്. ഗ്രൂവ്സ് എന്തിനാ കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൂവ്സിന്റെ സഹായത്തോടാണ് പാർട്ടീഷൻസ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. മനസ്സിലായോ? ഗ്രൂവ്സ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സെക്ഷനാണ്, ഇതൊരു അലൂമിനിയം ട്യൂബിന്റെ സെക്ഷനാണ്. ഈ അലൂമിനിയം ട്യൂബിനകത്ത് നമുക്കൊരു പാർട്ടീഷൻ വെക്കണം, ഇതേപോലെ ഒരു പാർട്ടീഷൻ വെക്കണം. അപ്പൊ ഈ പാർട്ടീഷൻ വെക്കാൻ വേണ്ടി ആണ് ഇവിടെ ഗ്രൂവ്സ് കൊടുത്തേക്കുന്നത്. ആ ഗ്രൂവ്സ് ഒരു സൈഡിലേ ഉള്ളെങ്കിൽ അത് സിംഗിൾ പാർട്ടീഷൻ ആയിരിക്കും. ഇനി രണ്ട് സൈഡിൽ ഗ്രൂവ്സ് ഉണ്ടെങ്കിൽ, ഇത് ഫിഗർ എ ആണ്, ഇത് ഫിഗർ 1 ആണ്, ഫിഗർ 2 ആണ്, ഇത് ഫിഗർ 2 ആണ്, ഇത് ഫിഗർ 2 ആണ്. ഈ ഫിഗർ 2 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രൂവ്സ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും ഗ്രൂവ്സ് ഉണ്ട്. അപ്പം അതാണ് ഡബിൾ പാർട്ടീഷൻ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് സൈഡിലും ഗ്രൂവ്സ് ഉള്ള അലൂമിനിയം സെക്ഷൻസ് ഡബിൾ പാർട്ടീഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഡബിൾ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിലോട്ടും പാർട്ടീഷൻ വെക്കാം, താഴോട്ടും പാർട്ടീഷൻ വെക്കാം. അതായത് മുകളിലോട്ടും നമുക്ക് ഗ്ലാസസോ എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റും, താഴോട്ടോ എന്തെങ്കിലും ഗ്ലാസസ് ഫിക്സ്, രണ്ട് സൈഡിലും പാർട്ടീഷൻ വെക്കാൻ പറ്റുന്ന അലൂമിനിയം സെക്ഷൻ ആണ് ഡബിൾ പാർട്ടീഷൻ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ജസ്റ്റ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആണ് പറഞ്ഞത്. അതായത് പാർട്ടീഷൻ വെക്കാൻ ഒരു സൈഡിൽ മാത്രമേ ഗ്രൂവ് ഉള്ളെങ്കിൽ അത് സിംഗിൾ പാർട്ടീഷൻ, രണ്ട് സൈഡിലും പാർട്ടീഷൻ വെക്കാൻ ഗ്രൂവ്സ് ഉണ്ടെങ്കിൽ അത് ഡബിൾ പാർട്ടീഷൻ. അത്രയോ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗ്ലേസിംഗ് ക്ലിപ്പ്, അത് നിങ്ങൾ പഠിക്കണം. ഗ്ലേസിംഗ് ക്ലിപ്പ് എന്താണെന്ന് പഠിക്കണം. ഈ ഗ്ലേസിംഗ് ക്ലിപ്പാണ്, ഈ ഗ്രൂവ്സിനകത്ത് ഡയറക്റ്റ്ലി നമുക്ക് പാർട്ടീഷൻ മെറ്റീരിയൽ വെക്കാൻ പറ്റത്തില്ല. അതിന് വെക്കാനായിട്ട് നമുക്കൊരു സഹായിക്കുന്ന സാധനമാണ് ക്ലിപ്പ്. ഒരു ഗ്ലേസിംഗ് ക്ലിപ്പ് ഉണ്ട്. ഇതാണ് ഗ്ലേസിംഗ് ക്ലിപ്പ്. ഈ ഗ്ലേസിംഗ് ക്ലിപ്പിന്റെ സഹായത്തോടാണ് ഈ ഗ്രൂവ്സിനകത്ത് നമ്മൾ പാർട്ടീഷൻ സെക്ഷൻസ് വെക്കുന്നത്. ഇത് ഈ ഗ്രൂവ്സിനകത്ത് വെക്കും. ഇനി ഗ്ലാസ് വെക്കുന്നതെങ്കിൽ ഗ്ലേസിംഗ് ക്ലിപ്സ് എൻഗേജ്ഡ് ഇൻ ദ ഗ്രൂവ്സ്. ഈ ഗ്രൂവ്സിനകത്ത് ഗ്ലേസിംഗ് ക്ലിപ്സ് വെക്കും ഓഫ് സിംഗിൾ ഓർ ഡബിൾ പാർട്ടീഷൻ ഫ്രം ദ സൈഡ് ഫേസിംഗ് ഈച്ച് അതർ ആൻഡ് ഗ്ലാസസ് along with rubber packing or pre-laminated particle board which is fitted within their gap. ഇപ്പൊ രണ്ട് ഗ്ലേസിംഗ് ക്ലിപ്പ് വെക്കും. ഇവിടെ ഒരു ഗ്ലേസിംഗ് ക്ലിപ്പ് വെക്കും, ഇവിടെ ഒരു ഗ്ലേസിംഗ് ക്ലിപ്പ് വെക്കും. അതിന്റെ ഫിഗറെ കാണിച്ചു തരാം. എന്താണ്ട് അതായത് രണ്ട് ഗ്ലേസിംഗ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതാണ്ട്
ഇത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്ലേസിംഗ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ഗ്ലേസിംഗ് ക്ലിപ്പ് വെച്ചു, 2 ഗ്ലേസിംഗ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഈ 2 ഗ്ലേസിംഗ് ക്ലിപ്പിന്റെ ഇടയിലാണ് നമ്മൾ പാർട്ടീഷൻ ബോർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇടയിലാണ് പാർട്ടീഷൻ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഗ്ലാസസ് ആണ് പാർട്ടീഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു റബ്ബർ പാക്കിങ് വെക്കും. ഒരു റബ്ബർ പാക്കിങ് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഗ്ലാസസ് വെക്കുന്നത്, കാരണം ഗ്ലാസസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഗ്ലാസസ് വെക്കുവാണെങ്കിൽ അവിടെ ഒരു റബ്ബർ പാക്കിങ് വേണം. ഗ്ലാസസ് അല്ലെങ്കിൽ ഇവിടെ റബ്ബർ പാക്കിങ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഗ്ലാസസ് അല്ലെങ്കിൽ ഇവിടെ റബ്ബർ പാക്കിംഗ് ഇല്ലെങ്കിലും നമുക്ക് പാർട്ടിക്കിൾ ബോർഡ്സ് ഒക്കെ വെക്കാൻ സാധിക്കും. അത് ഗ്ലാസ് വെക്കുകയാണെങ്കിൽ ഈ 2 ഗ്ലേസിംഗ് ക്ലിപ്പിന്റെ ഇടയിൽ ഒരു റബ്ബർ പാക്കിംഗ് വേണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് ഒരു ഗ്ലേസിംഗ് ക്ലിപ്പ്. ഈ ഗ്ലേസിംഗ് ക്ലിപ്പ് ഈ ഗ്രൂവ്സിന്റെ ഇടയിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ഫിക്സ് ചെയ്യും, റൈറ്റ് സൈഡിലും 2 ഗ്ലേസിംഗ് ക്ലിപ്പ് ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഇടയിലാണ് നമ്മൾ പാർട്ടീഷൻ മെറ്റീരിയൽ വെക്കുന്നത്. ഗ്ലാസ് വെക്കുന്നതെങ്കിൽ അവിടെ ഒരു റബ്ബർ പാക്കിംഗ് വെക്കും, അതിന്റെ ഇടയിൽ അതിനകത്തായിരിക്കും ഗ്ലാസ് വെക്കുന്നത്. ഓക്കെ, ഇനി ഈ ഗ്ലേസിംഗ് ക്ലിപ്പിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് 2 to 3 mm ലെസ് ദാൻ ദ തിക്നെസ് ഓഫ് ദ പ്രീ ലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡ് അല്ലെങ്കിൽ ഗ്ലാസസ് ആയിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ ഈ പാർട്ടീഷനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ബോർഡ്സ് ആയിരിക്കും, പാർട്ടിക്കിൾ ബോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലാസസ് ആയിരിക്കും. എന്തായാലും അത് തമ്മിലുള്ള ഗ്യാപ്പ്, ഗ്ലേസിംഗ് ക്ലിപ്പ് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്ലേസിംഗ് ക്ലിപ്പ് വെച്ചു, റൈറ്റ് സൈഡിൽ ഗ്ലേസിംഗ് ക്ലിപ്പ് വെച്ചു. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് 2 to 3 mm ലെസ് ദാൻ ദ തിക്നെസ് ഓഫ് ദി ഗ്ലാസ് ഓർ പാർട്ടിക്കിൾ ബോർഡ് ആയിരിക്കും. അതായത് ഇതിന്റെ തിക്നെസ്സിനെക്കാട്ടിൽ കുറഞ്ഞ ഗ്യാപ്പ് ആയിരിക്കും. 2 to 3 mm, ഇതൊരു 5 mm തിക്നെസ് ഉള്ള ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ ഒരു 3 mm ഗ്യാപ്പേ ഈ ഗ്ലേസിംഗ് ക്ലിപ്പിന്റെ ഇടയിൽ കൊടുക്കത്തുള്ളൂ. ഇപ്പൊ 10 mm തിക്നെസ് ഉള്ള ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ ഒരു 7 or 8 mm ഗ്യാപ്പേ ഇതിന്റെ ഇടയിൽ കൊടുക്കത്തുള്ളൂ. അത് ടൈറ്റ് ഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ടൈറ്റ് ഫിറ്റ് കിട്ടാൻ വേണ്ടി ഈ 2 ഗ്ലേസിംഗ് ക്ലിപ്പിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് 2 to 3 mm ലെസ് ദാൻ ദ തിക്നെസ് ഓഫ് ദി ഗ്ലാസ് ഓഫ് പാർട്ടിക്കിൾ ബോർഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെയോ പാർട്ടിക്കിൾ ബോർഡിന്റെയോ തിക്നെസ്സിനെക്കാട്ടിൽ 2 to 3 mm കുറവായിരിക്കും 2 ഗ്ലേസിംഗ് ക്ലിപ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറവായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ പ്രീലാമിനേറ്റഡ് ബോർഡ് അല്ലെങ്കിൽ നോവ പാൻസ്, ഇതൊക്കെ പാർട്ടീഷൻ മെറ്റീരിയൽ ആണ്. ഇതൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ റബ്ബർ പാക്കിങ്ങിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞിരുന്നു. പ്രീലാമിനേറ്റഡ് ബോർഡോ അല്ലെങ്കിൽ നോവ പാനോ ഗ്ലാസ് വെക്കുമ്പോൾ മാത്രം റബ്ബർ പാക്കിംഗ് വെച്ചാൽ മതി, അല്ലാത്തപ്പോൾ റബ്ബർ പാക്കിംഗ് വെക്കേണ്ട ആവശ്യമില്ല. ഇനി പാർട്ടീഷൻ സെക്ഷൻസ് ആർ ഫിറ്റഡ് ടു ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് യൂസിങ് അലൂമിനിയം ആംഗിൾ. ഇവിടെ ഒരു അലൂമിനിയം ആംഗിൾ പീസിന്റെ ഒരു ഉപയോഗം വരുവാണ്. ഇതൊരു പാർട്ടീഷൻ സെക്ഷൻ ആണ്. ഇതൊരു പാർട്ടീഷൻ സെക്ഷൻ ആണ്. ഈ 2 പാർട്ടീഷൻ സെക്ഷൻസും ഇതൊരു 90 ഡിഗ്രി നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ അലൂമിനിയം ആംഗിൾസ് ഉപയോഗിക്കുന്നു. ഈ അലൂമിനിയം ആംഗിൾസിന്റെ സഹായത്തോടാണ് 2 സെക്ഷൻസ് 90 ഡിഗ്രിയിൽ. ഇപ്പൊ നമ്മൾക്കറിയാം, ഒരു ഡോർ ഉണ്ടാക്കുമ്പം താഴത്തെ ബോട്ടം മെമ്പറും നിങ്ങൾ ഡോർ ശ്രദ്ധിച്ചാൽ മതി, 2 സെക്ഷൻ, ഒരു സെക്ഷൻ 90 ഡിഗ്രി വരണം. അതായത് ഡോറിനകത്ത് 2 സെക്ഷൻസ് അറിയാലോ. ഡോർ നിങ്ങൾ അലൂമിനിയം ഡോർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താഴത്തെ ബോട്ടം മെമ്പറും വെർട്ടിക്കൽ മെമ്പറും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ ഫിക്സ് ചെയ്യാൻ അലൂമിനിയം ആംഗിൾസിന്റെ സഹായത്തോടാണ് നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ അലൂമിനിയം ആംഗിൾസിനകത്ത് സ്ക്രൂ ആൻഡ് നട്ട് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു ഹോൾ ഇടും. വൈൽ ജോയിനിങ് ദ സെക്ഷൻ ഡ്രിൽ ദ ഹോൾ ഓഫ് ദ ഡയമീറ്റർ ഈക്വൽ ടു ദ റൂട്ട് ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ. ഇവിടെ ഈ അലൂമിനിയം ആംഗിളിനകത്തും സെക്ഷനകത്തും ഹോൾ ഇടും, സ്ക്രൂ കയറാൻ വേണ്ടി ഹോൾ ഇടും. എന്നിട്ട് ആ സ്ക്രൂ കയറ്റിയാണ് ടൈറ്റ് ചെയ്യുന്നത്. ആ ഹോൾ ഇടുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് സ്ക്രൂവിന്റെ റൂട്ട് ഡയമീറ്റർ എത്ര ആണോ അത്രയും ഡയമീറ്റർ അല്ലായിരിക്കും നമ്മൾ ഹോൾ ഇടുന്നത്. അപ്പൊ അത്രയും ഡയമീറ്റർ ഉള്ള സ്ക്രൂ നമുക്ക് അതിനകത്തോടെ കയറ്റാൻ പറ്റും. അപ്പൊ അലൂമിനിയം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ട കാര്യം ഇതാണ്. സെക്ഷൻസ് 90 ഡിഗ്രി ജോയിൻ ചെയ്യാൻ നമ്മൾ അലൂമിനിയം ആംഗിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യും. നമ്മൾ സ്ക്രൂവിന്റെ റൂട്ട് ഡയമീറ്റർ ഹോള് ഡ്രില്ല് ചെയ്തതിന് ശേഷം ആ സ്ക്രൂ അതിനകത്തോട്ട് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്യും.
ഇനി while rotating the screw as in a aluminum material and the section is thin, the screw is tightened by self tapping. ഇനി ഇത് ഈ സെക്ഷന്റെ തിക്നെസ് വളരെ കുറവാണെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അത് സെക്ഷനെ അത് ബാധിക്കും. അതായത് സെക്ഷൻ വളയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സെൽഫ് ടാപ്പിംഗ് ചെയ്യും. സെൽഫ് ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യും. സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഹോള് വീഴും. അതായത് സ്ക്രൂ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഹോള് വീഴും. അതാണ് സെൽഫ് ടാപ്പിംഗ്. അതായത് ഡ്രില്ല് ചെയ്ത് ഹോൾ ഇടാതെ സ്ക്രൂ വെച്ച് നമ്മൾ കറക്കി ഹോൾ ഇടുന്നു. അതാണ് സെൽഫ് ടാപ്പിംഗ്. അപ്പൊ ഇതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അലൂമിനിയം സെക്ഷന്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യും. ഈ അലൂമിനിയം സെക്ഷന്റെ തിക്നെസ് ആണ്, അലൂമിനിയം തിക്നെസ് വളരെ കുറവാണെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്തില്ല, സെൽഫ് ടാപ്പിംഗ് വഴി സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യും. സെൽഫ് ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രൂ എന്ത് ചെയ്യും? സ്ക്രൂ ഹോൾ ഇടാതെ തന്നെ സ്ക്രൂ ഉപയോഗിച്ച് ഹോൾ ഇട്ട് ടൈറ്റ് ചെയ്യും. അപ്പൊ എപ്പോഴാണ് സെൽഫ് ടാപ്പിംഗ് ചെയ്യേണ്ടത്? അലൂമിനിയം സെക്ഷന്റെ തിക്നെസ് കുറവാകുമ്പോഴാണ് നമ്മൾ സെൽഫ് ടാപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് ഒരു അലൂമിനിയം സെക്ഷനകത്ത് നമ്മൾ പഠിക്കേണ്ടത്.